ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകണേട്ടാ. അപ്പോൾ ഞാനും ഉമ്മയ്ക്കാക്കിയൊക്കെ കൂടി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു, ബസ് വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ട്രക്കിൽ വലിയൊരു ആനേനെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരൊന്ന് കാണണേ. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി, ഞങ്ങൾ അങ്ങനെ പോയി. ഇപ്പോൾ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. ഫുള്ള് പാടവും ഒക്കെ ആയിട്ടാണ്, പാടവും മരങ്ങൾ ചെടികളൊക്കെ ഉണ്ടാ. അപ്പം ഞാൻ ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ദിവസമൊക്കെ വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഇക്കാക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക ഇങ്ങനെ വീഡിയോ പിടിക്കും, ഞാനിങ്ങനെ ആ പാലം പോലത്തെ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഫുള്ളൊരു പാടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവർ മറക്കാതെ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ഫുള്ള് ചെടിയും പൂക്കളൊക്കെ ഉണ്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചെറിയ വെള്ള കളറ് പൂമ്പാറ്റിയില്ല, അതൊക്കെ ഓടി കളിക്കണ്ടായിരുന്നു. ഞാൻ ഇതിനെ പിടിക്കാൻ പോകലായിരുന്നു കേട്ടോ എൻ്റെ പണി. അപ്പോൾ ഇതൊരു നഴ്സറിയാണ് കേട്ടോ. അവിടെ ഫുള്ള് ചെടികളാണ്, നഴ്സറിയാണ്. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബൈക്കിൽ ഇങ്ങനെ ചെടിയൊക്കെ നട്ടു വെച്ചേക്കുന്നത് കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ബൈക്കാണെന്ന് നമുക്ക് പറയില്ല, അതേപോലെയാണ്. നല്ല രസമുണ്ടായിരുന്നു അതും കാണാൻ. അപ്പോൾ ഈ ഒരു നഴ്സറിയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാറുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുന്നതും ശബ്ദം കേൾക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീടിൻ്റെ ബാക്ക് വശത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കൂട്ടിലൊരു കോഴീനെ കണ്ടിട്ടാ. ഒറ്റൊരെണ്ണുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ടെറസിൻ്റെ പൊക്കത്താണ് കേട്ടോ. ടെറസിൻ്റെ പൊക്കത്ത് ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതൊരു കുളമല്ല കേട്ടോ, അത് കിണറാണ്. എനിക്ക് കണ്ടപ്പോൾ അതൊരു കുളം പോലെ തോന്നി, ചെറിയൊരു ബോക്സ് പോലത്തെ കുളം. ശരിക്കും എനിക്ക് ഇവിടെ വന്നിട്ട് അകത്തേക്ക് കയറാനേ തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ പുറത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്ത് എനിക്കിങ്ങനെ ഗ്രാമം പോലത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇങ്ങനെ ആടിപ്പാടി നടക്കണമായിരുന്നു. ഇക്കാക്കി അതേട്ടാ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജാതിത്തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കുരുമുളക് മരത്തിൽ കുറേ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടാകുന്ന അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് ഊതക്ക. ഇത് ഞാൻ ഊതക്ക എന്നാണ് പറയുന്നത്, എനിക്ക് വേറെ വല്ല പേരുണ്ടായെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ചുണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഊതും, അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പറക്കൂട്ട. അപ്പോൾ ഞാൻ ഊതക്ക എന്നാണേ പറയണത്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത്, പിന്നെ നിങ്ങളെന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വഴിക്കൂടെ നടന്നപ്പോൾ നല്ലൊരു നാരങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു എല്ലാ സ്മെല്ല് നോക്കിയപ്പോൾ നാരങ്ങയുടെ എല്ലായിരുന്നു കേട്ടോ. നാരങ്ങമാരെ ഓർന്ന് നല്ല രസമുണ്ടായിരുന്നു. പ്രദേശത്ത് ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നല്ല നാരങ്ങയുടെ സ്മെല്ലായിരുന്നേ. പിന്നെ എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ ക്ഷമയുണ്ടായിരുന്നില്ല. എനിക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ കാണണം എന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പൊക്കത്ത് നോക്കിയപ്പോൾ കാടക്കോഴികളായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ വലുതായി എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ ടെറസിൻ്റെ പൊക്കത്ത് പോയി കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട്. കാടക്കുട്ടികളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാടക്കോഴികളും അല്ലാത്ത കോഴികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് പിന്നെ ഞങ്ങൾ പോയി ഫുഡ് അയച്ച്. എന്നിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ബസ്സിന് വന്നാണ് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി, ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചിട്ട് ഞാനൊക്കെ വീണ്ടും പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.